ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു. രാജ്യം അടുത്ത വർഷം അവസാനത്തോടെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗാന്ധിനഗറിൽ 267 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2047ഓടെ എല്ലാ മേഖലകളിലെയും ആഗോള ശക്തിയാക്കി ഇന്ത്യയെ മാറ്റാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ ഷാ പറഞ്ഞു. അഹമ്മദാബാദിനെ 2036 ഒളിമ്പിക്സ് മത്സരങ്ങളുടെ വേദിയാക്കി മാറ്റാൻ ശ്രമങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സേനാ വിഭാഗങ്ങളുടെ യോജിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും ഭാവിയിലെ വെല്ലുവിളികൾക്ക് തക്ക മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിലെ 7 ഭീകര താവളങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സേന തകർത്തതായും ജനറൽ ദ്വിവേദി ന്യൂഡൽഹിയിൽ വാർഷിക വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ മെയ് 10 മുതൽ ജമ്മു കശ്മീരിലെയും പടിഞ്ഞാറൻ മേഖലയിലെയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായി തുടരുന്നതായും അദ്ദേഹം അറിയിച്ചു. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിൽ 2 UDFനും 1 LDFനും ജയം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ UDFന്റെ KH സുധീർ ഖാൻ 83 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായമ്പാടം വാർഡിൽ 222 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി കോരമ്പയിൽ സുബൈദ വിജയിച്ചത്. എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂറിൽ LDF സ്ഥാനാർത്ഥി CB രാജീവ് 221 വോട്ടുകൾക്ക് വിജയം നേടി. നാളെ നടക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിനായുള്ള അവസാനവട്ട തയ്യാറെടുപ്പിൽ ശബരിമല സന്നിധാനം പർണശാലകൾ ഒരുക്കി 10,000-കണക്കിന് ഭക്തരാണ് പാണ്ടിത്താവളത്തിലും പുല്ലുമേട്ടിലും ഉൾപ്പെടെ തമ്പടിച്ചിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്ത് എത്തിച്ചേരും. നാളെ രാവിലെ 10 മുതൽ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കും രാവിലെ 11 മുതൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കും ഭക്തരെ കയറ്റിവിടില്ല. പത്തനംതിട്ട ജില്ലയ്ക്ക് നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിൽ സുരക്ഷ കർശനമാക്കി. മകരജ്യോതി വ്യൂ പോയിന്റുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ നാളെ തിരിതെളിയും. തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 25 വേദികളിൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 15,000-ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കും. മേളയ്ക്കായി എത്തിച്ചേർന്ന ആദ്യ സംഘം വിദ്യാർത്ഥികളെ മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചു. മേളയുടെ വേദികൾ സന്ദർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരുക്കങ്ങൾ വിലയിരുത്തി. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് മേളയ്ക്കായി ഒരുക്കുന്നത്. ഇന്ന് രാത്രി മുതൽ ഭക്ഷണം വിളമ്പി തുടങ്ങും. 4,000 ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനും 5,000 പേർക്ക് വരി നിൽക്കാനുമുള്ള പ്രത്യേക സൗകര്യം ഭക്ഷണ പന്തലിൽ ഒരുക്കിയിട്ടുണ്ട്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പ് ഇന്ന് സമാപിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മൗറീഷ്യസ് മുൻ പ്രസിഡന്റ് അമീന ഗുരീബ് ഫക്കീം മുഖ്യപ്രഭാഷണം നടത്തും. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ 3 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി. ജാമ്യാപേക്ഷ കോടതി ഈ മാസം 16-ന് പരിഗണിക്കും. DYFI, യുവമോർച്ച തുടങ്ങിയ യുവജന സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തിനിടെയാണ് രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. CPM മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു. തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ രാപ്പകൽ സമരവേദിയിൽ വെച്ചാണ് ഐഷ പോറ്റി അംഗത്വം സ്വീകരിച്ചത്. കൊട്ടാരക്കരയിൽ നിന്ന് 3 തവണ MLA ആയ ഐഷ പോറ്റി കഴിഞ്ഞ കുറേ നാളായി CPIMുമായി അകന്നു നിൽക്കുകയായിരുന്നു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം നാളെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ലക്ഷദീപത്തിന് മുന്നോടിയായി ഇന്ന് ട്രയൽ ദീപങ്ങൾ തെളിയിക്കും. 6 വർഷത്തിലൊരിക്കലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം നടത്തുന്നത്. ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ ക്ഷേത്രത്തിനകത്തും പുറത്തും പത്മതീർത്ഥക്കുളത്തിലും വൈദ്യുതി ദീപാലങ്കാരം ഉണ്ടായിരിക്കും. ലക്ഷദീപത്തോടനുബന്ധിച്ച് നാളെ ക്ഷേത്രത്തിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ ചെലവ് കണക്ക് സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. മത്സരിച്ച 75,627 സ്ഥാനാർത്ഥികളിൽ 56,173 പേർ ഓൺലൈനായി കണക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഓൺലൈനായി സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് അതത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെ പക്കൽ നേരിട്ട് സമർപ്പിക്കാനും അവസരം നൽകിയിരുന്നു. ഈ കണക്കുകളും ബന്ധപ്പെട്ട രേഖകളും പരിശോധിച്ച് ജനുവരി 31-നകം ഓൺലൈനിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. 28 മുതൽ ഫെബ്രുവരി 13 വരെയും മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും 2 ഘട്ടങ്ങളായാണ് സമ്മേളനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.